വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. നോക്കണമേ, അവിടെ 2 സെന്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു കർത്താവ് സാക്ഷീകരിച്ചിട്ട് യോഹന്നാനോട് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. പക്ഷേ കേട്ട് നിന്ന യോഹന്നാൻ പറയാണ്, കർത്താവേ നീ വരണം, വേഗം എന്ന് ആ വാക്കങ്ങ് വിട്ടുകളഞ്ഞു. ആണോ? നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയേ. സാക്ഷീകരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ പറഞ്ഞു, നീ വേഗമൊന്നും പറയണം, നീ വരണം. പക്ഷെ എന്ത് ചെയ്യണം? അല്പം ബ്രേക്കിട്ട് വന്നാ മതി. ഞാൻ പറയാം, കർത്താവ് വേഗം വരണം. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളും 404 വാക്യങ്ങളും അടങ്ങിയ വെളിപ്പാട് പുസ്തകം. 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, യോഹന്നാൻ വെളിപ്പെടുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യം. അപ്പൊ അത് എന്തിനുള്ളതാണ്? വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. 1-ാം അധ്യായത്തിൽ മുഴുവനും അല്ല, കർത്താവ് മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ കയ്യിൽ എന്തുണ്ട്? 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈ വാക്യങ്ങൾ വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാൻ. ഇനി അടുത്ത കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു. 2-ാമത് പറയുന്നു, എൻ്റെ കയ്യിൽ നേരത്തെ ഇല്ലാത്തൊരു സാധനമുണ്ട്. എന്താ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് നേരത്തെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അത് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുള്ള എൻ്റെ രൂപം നീ ഒന്ന് കാണണം. നേരത്തെ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെന്നെങ്കിലും വന്ന് കാലിൽ പിടിച്ച് കരയാവുന്ന കാല്, ഇപ്പോഴത്തെ എൻ്റെ കാല് അങ്ങനെ എളുപ്പത്തിലാക്കും വന്ന് പിടിക്കാൻ കഴിയുന്ന കാലല്ല എനിക്കുള്ളത്. ഇത് ദൈവം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തിട്ട് 2-ാം അധ്യായം 3-ാം അധ്യായത്തിലും ദൈവം എന്ത് പറഞ്ഞു? സഭകളുടെ കുറ്റം പറഞ്ഞു. ഒരു സഭയെ പോലും എന്ത് ചെയ്തിട്ടില്ല? നല്ലത് പറഞ്ഞോ? എല്ലാത്തിലും എന്ത് ചെയ്തു? ഓരോ കുറ്റങ്ങള്. ഒന്നുകിൽ കൂടുതൽ പ്രവാചകന്മാരെ വിളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ആദ്യ സ്നേഹം വിട്ടുപോയതിനെ കുറിച്ച് പറഞ്ഞു, വെള്ള ഉടുപ്പ് ധരിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞു, ഒരു ദൈവശക്തി ഇല്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ടെന്ന് കാണിക്കണതിനെ കുറിച്ച് പറഞ്ഞു. അല്ലേ? ദൈവവചനം ഞാൻ ശക്തിയോടെ സ്വീകരിക്കണമെന്നെ അടുത്ത് പറഞ്ഞു, നിനക്ക് അല്പശക്തിയേ ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തത് കൊണ്ട് ഞാൻ നിന്നെ കാക്കണകൊണ്ടാണ് നീ നിൽക്കുന്നത്. ഇത് കർത്താവ് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ 7 സഭയ്ക്കകത്തുള്ള കുറവുകളെ കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെടുത്തിയിട്ട് 4-ാം അധ്യായത്തിൽ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്ന ഇനി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 16 വരെ പറയുമ്പോൾ ജനം മാനസാന്തരപ്പെടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അവർ നാക്ക് കടിച്ച് ദൈവത്തെ ദുഷിക്കുന്നതല്ലാതെ എന്ത് ചെയ്യില്ല? മാനസാന്തരപ്പെടില്ല എന്ന് പറഞ്ഞു. 17-ാം അധ്യായം 18-ാം അധ്യായം 2 ന്യായവിധിയുടെ പുസ്തകങ്ങളായി കാണിച്ചു കൊടുത്തു. ഇന്ന് സന്തോഷിച്ചിരിക്കുന്നവർക്ക് എൻ്റെ കർത്താവിൻ്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ന്യായവിധിയെ എന്ത് ചെയ്തു കൊടുത്തു? കാണിച്ചു കൊടുത്തു. 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം, അവനെ സ്വീകരിച്ചവരുടെ വചനം, അവർക്കുള്ള അധികാരം,
അവർ ധരിക്കേണ്ട വസ്ത്രം, ഇതിനെക്കുറിച്ചൊക്കെ 19-ാം അധ്യായത്തിൽ പറഞ്ഞു. 20-ാം അധ്യായത്തിൽ മരിച്ചവർക്കുള്ള ന്യായവിധിയെ കാണിച്ചു കൊടുത്തു. 21-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മണവാട്ടി സഭ എങ്ങനെ ആയിരിക്കുമെന്ന് കാണിച്ചു കൊടുത്തു. 22-ൽ കർത്താവിൻ്റെ ദാസന്മാർക്കുള്ള അധികാരത്തെ കാണിച്ചു കൊടുത്തു. അവരെങ്ങനെ ആയിരിക്കുമെന്ന് കാണിച്ചു കൊടുത്തു. ഇത്രയും പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വേഗത്തിൽ വരും, ഇതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്യാൻ ഞാൻ വരും. ഇത് കേട്ടപ്പോൾ യോഹന്നാൻ പോലും പേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. യോഹന്നാൻ പറഞ്ഞു, വരണം, നീ വരണം, പക്ഷെ എന്ത് ചെയ്യണം, ഇത്ര പെട്ടെന്ന് വന്നാൽ ഞങ്ങൾ ഭൂമി കിടന്ന് ഇത്തിപ്പോരം കൂടെയൊക്കെ മതിക്കാനുള്ളത് അല്ലേ, ഇത്തിപ്പോരം കൂടെ എനിക്ക് സുഖിക്കാനുണ്ട്, അതെന്ത് ചെയ്യില്ല. അങ്ങനല്ലേ, കർത്താവ് എന്തുകൊണ്ട് വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. കർത്താവ് എന്തുകൊണ്ട് വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അനീതി ചെയ്യുന്നവൻ അല്ലെ, 22:11 പറഞ്ഞു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. എന്നാൽ ഭൂമിയിൽ ഉള്ള ഒരു കുഴപ്പം, അവരെങ്ങനെ ജീവിച്ചോട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാട് ജീവിച്ചോട്ടെ, ഇങ്ങനെ ജീവിക്കട്ടെ. പക്ഷെ ഇപ്പം ഭൂമിയിൽ നടക്കുന്നത് നീതിമാനെ കുറ്റം വിധിക്കുന്നു അല്ലെ. സങ്കീർത്തനം 37-ന്റെ 32, 33 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചോ. ദുഷ്ടൻ നീതിമാന് നേരെ എന്ത് ചെയ്യുന്നു, പതിയിരിക്കുന്നു. ഇത് കേട്ട കർത്താവ് പറഞ്ഞു, ഞാൻ വേഗത്തിൽ വരണമെന്ന്. പതിയിരിക്കുന്നു. അടുത്ത്, അവനെ കൊല്ലാൻ നോക്കുന്നു. ആ ദൈവത്തിന് അവനെ വിട്ടുകൊടുക്കാൻ എന്തില്ല, മനസ്സില്ല. അതുകൊണ്ടാ ദൈവം പറഞ്ഞു, ഞാൻ വേഗത്തിൽ വരണമെന്ന്. അടുത്ത്, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കാൻ, ദുഷ്ടന് കുറ്റം വിധിക്കാൻ ദൈവം എന്ത് ചെയ്യില്ല, അവനെ വിട്ടുകൊടുക്കുകയുമില്ല. രണ്ട് കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യണം. ദുഷ്ടനെ കൊല്ലാനും നീതിമാനെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ പറ്റൂല, അവനെ ന്യായവിസ്താരത്തിൽ വിസ്തരിക്കാൻ വിട്ട് കൊടുക്കാനും കഴിയുകയില്ല. ഞാൻ വേഗത്തിൽ നിർത്താമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് തീരുന്നൊരു സബ്ജക്റ്റ് അല്ല, എങ്കിലും വേഗത്തിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയായിരുന്നു ഇല്ലേ. പെട്ടെന്ന് അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തൂടെ പ്രത്യക്ഷപ്പെട്ടു, ആ അറയ്ക്കകത്ത് വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആ അറയ്ക്കകത്ത് എന്തിന് വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു? ഇത് ആരും വായിച്ചിട്ടില്ലേ? ആ അറയ്ക്കകത്ത് എന്തിന് വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു? നമ്മൾ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോൾ സീറോൾഡിന്റെ ബൾബല്ല, ട്യൂബ് ലൈറ്റ് അകത്ത് കയറി എന്നിടത്തിന്റെ മോം അങ്ങിട്ടു. നമ്മൾ എണീക്കൂലേ? എണീക്കും. എണീച്ചിട്ട് നമ്മളെന്തിനു പറയും, ഉറങ്ങാൻ നമുക്കില്ല, ഇറങ്ങിപ്പോടാ. ഞാൻ പലപ്പോഴും എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ആരൊക്കെ കിടന്നുറങ്ങണം? പത്രോസ് മാത്രമല്ല, 4 സേവകരും കിടന്നുറങ്ങും. ഇതിനകത്ത് ആര് മാത്രമേ എണീറ്റുള്ളൂ? ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മുറിക്കകത്ത് വെളിച്ചം വന്നപ്പോൾ ആര് മാത്രമേ ഉണർന്നുള്ളൂ?
അപ്പൊ ചില വെളിച്ചങ്ങൾ പെട്ടെന്ന് വരുന്നത് എല്ലാവർക്കും ഉണരാനല്ല, നിനക്കുണരാൻ. നിനക്ക് പുറത്തു പോകാൻ സമയമായി. അതിനു വേണ്ടി പെട്ടെന്ന് അറയിൽ എന്ത് ചെയ്തു? ഒരു വെളിച്ചം. ഉദിച്ചു. ഇനി പത്രോസിന്റെ ക്വാളിറ്റി കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ബാക്കിയൊക്കെ ഒരുപാടുണ്ട്. എന്തുകൊണ്ട് യാക്കോബിനെയും പത്രോസിനെയും കാരാഗ്രഹത്തിലാക്കി? ആ ക്വാളിറ്റിയോടെ ഒന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. പത്രോസിനെയും യാക്കോബിനെയും എന്തുകൊണ്ട് കാരാഗ്രഹത്തിലാക്കി? പെട്ടെന്ന് വായിച്ചോ. ഒരു മിനിറ്റ് വരും, ഒരു മിനിറ്റ്. പെട്ടെന്ന് വായിച്ചിട്ട് പറ. കാരാഗ്രഹത്തിലാക്കി, വാളുകൊണ്ട് കൊല്ലാതിരിക്കുക ചെയ്തിട്ട്. എന്തുകൊണ്ട് പത്രോസിനെയും യാക്കോബിനെയും കാരാഗ്രഹത്തിലാക്കി? കാരാഗ്രഹത്തിലാക്കിയതിനു ശേഷം അല്ലേ വാളുകൊണ്ട് കൊന്നത്? ആണോ? അപ്പൊ കാരാഗ്രഹത്തിൽ എന്തുകൊണ്ടാക്കി? പ്രിയ ദൈവമക്കളെ, ഉത്തരം വ്യക്തം. ഉത്തരം വ്യക്തം. പക്ഷെ ആ അധ്യായത്തിലല്ല കിടക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യമായിരുന്നു. 11-ന്റെ അവസാനത്തെ 3 വാക്യം. അപ്പൊ ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചത് അഗബാസ് എന്ന് പറയുന്ന ആത്മാവിൽ നിയോഗമുള്ള പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി പറയുകയാണ്, ലോകത്തിൽ എന്ത് ചെയ്യും? മഹാക്ഷാമം ഉണ്ടാകും. അത് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. അപ്പൊ വിശ്വാസികളായവർ എന്ത് ചെയ്തു? കണ്ട, അവരുടെ സഹായത്തിനായിട്ട് പ്രാപ്തി പോലെ കൊടുത്ത് ഇപ്പൊ ആരുടെ ഇടയിൽ ക്ഷാമമില്ല? ദൈവമക്കളുടെ ഇടയിൽ എന്തില്ല? ക്ഷാമമില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തുണ്ട്? അപ്പൊ ഇവരുടെ ആഗ്രഹം എന്താണ്? ദൈവമക്കളുടെ ജീവിതത്തിലും ക്ഷാമം ഉണ്ടാകണം. അപ്പൊ ദൈവമക്കളുടെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇവര് തമ്മിൽ യോജിപ്പിച്ച് വല്ലതും കൊണ്ടുവന്ന് കൊടുപ്പിക്കുന്നത് ആര്? അപ്പോസ്തലന്മാർ. അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആര്? പത്രോസും യാക്കോബും യോഹന്നാൻ. ഇവരെ പിടിച്ചകത്താക്കുക. അപ്പൊ ഇവരെ കൊടുക്കണതും വാങ്ങണതും ഒക്കെ എന്ത് ചെയ്തോളും? കിട്ടിയ ഇപ്പൊ ഇല്ലാത്തവന് 1000-2000 ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് ആര് ഇവിടെ ഇടയിൽ നിന്നതുകൊണ്ട്? അപ്പോസ്തലന്മാര് ഇടയിൽ നിന്നാണ്. അപ്പൊ അതിന് കാരണമായിരിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും ഇടയിൽ അങ്ങ് കാരാഗ്രഹത്തിലാക്കിയാൽ ഇവർക്ക് കൊണ്ടുകൊടുക്കാൻ മറ്റവർ വരുമോ? അപ്പൊ ആര് പട്ടിണിയിലായി? ആര് ക്ഷാമത്തിലായി? എന്ത് നിങ്ങളൊന്നും മിണ്ടില്ല? ആര് ക്ഷാമത്തിലായി? ദൈവമക്കൾ ക്ഷാമത്തിലായ? ഞാൻ പറയാം പ്രിയ ദൈവങ്ങളെ, 10 രൂപ നമുക്കൊരാൾ വിളിച്ചു തന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തിന്നാൻ മക്കൾക്കും ഭാര്യയും ഭർത്താവും ഒക്കെ കൂടെ കൂട്ടി തിന്ന് സുഖിക്കുമ്പോൾ തന്നവൻ അനുഗ്രഹിക്കപ്പെടാൻ, തന്നവൻ മറ്റൊരു പ്രതികൂലത്തിൽ വീഴാതിരിക്കാൻ, തന്നവൻ ഒരിക്കലും കർത്താവ് ഈ ലോകത്തിന്റെ ദുഷ്ടതയിൽ അവന്റെ കൈകൾ കെട്ടപ്പെടാതിരിക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ചെയ്യാറുണ്ടോ? തന്നവൻ അനുഗ്രഹിക്കപ്പെടണം. തന്നവന്റെ കാൽ ഒരിക്കലും ചങ്ങലക്കകത്താകരുത്.
തന്നവനെ ആരും കുരുക്കരുത്. അവൻ അനുഗ്രഹിക്കപ്പെടണം. എങ്കിലേ എനിക്ക് തരാൻ അവന്റെ കരങ്ങൾക്ക്. ഇത് തന്ന പൈസ ഇടിയായി നോക്ക്, ജോലി ചെയ്യാതെ നമുക്ക് ഇത്രയും കിട്ടി. ഇന്ന് പിള്ളേർക്ക് പെറോട്ടയും മാറ്റി കൊടുത്ത് ചിക്കൻ പറയും മാറ്റി കൊടുത്ത് തിന്ന് സുഖിക്കുമ്പോൾ അറിഞ്ഞോ, നിനക്ക് തന്നവന്റെ കാല് വലയിൽ പിശാച് വലയിൽ കുരുക്കാൻ പോവുകയാ. പിശാച് അവനെ തടവറയിലാക്കാൻ പോവുകയാ. നീ ഒരിക്കലും തിന്നരുത്, നീ ഒരിക്കലും സന്തോഷിക്കരുത്, നീ ദുഃഖത്തിലാകണം. ആരെ കുഴപ്പം കൊണ്ട്? പത്രോസിനു വേണ്ടി സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയത് എപ്പോഴേ? സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയത് എപ്പോഴേ? പെന്തക്കോസ്തുകാർ നന്ദിയില്ലാത്തവരാ, മനുഷ്യത്വം ഇല്ലാത്തവരാ. ദൈവാത്മാവുണ്ടെന്ന് പറഞ്ഞ് കുറെ കലമില്ല സന്നുണ്ടാക്കണതല്ലാതെ അല്ല, തന്ന വെള്ളത്തിന് ഒരു നന്ദിയില്ലാത്തവർ. യാക്കോബിനെ കൊന്നതിന് ശേഷമല്ലേ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്? ആണോ? സഭയുടെ ഒന്നാമത്തെ നേതാവ് യാക്കോബ്. അവൻ മരിച്ചതിന് ശേഷമല്ലേ പത്രോസിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? യാക്കോബ് കൂടെ ജീവിച്ചിരുന്നപ്പോൾ ഇവർ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം യാക്കോബിനെ വിടുവിക്കില്ലായിരുന്നോ? നിങ്ങളുടെ പ്രാർത്ഥന കുറവല്ലേ നിങ്ങളെ സഹായിച്ചവർ കുരുക്കിലായത്? ആണോ? നിങ്ങൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാത്തത് കൊണ്ടല്ലേ നിങ്ങളെ നടത്തിയ ഇടയന്മാർ കുരുക്കിലായത്? കിട്ടിയത് വാങ്ങി ഭക്ഷിച്ചു, പാനം ചെയ്തു. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു? പ്രിയ ദൈവമക്കളെ, എന്റെ ദൈവം വേഗത്തിൽ ഇടപെടണമെങ്കിൽ ഇനിയെങ്കിലും പ്രാർത്ഥീര. അറയ്ക്കകത്തൊരു വെളിച്ചം ഉദിക്കട്ടെ, അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെടട്ടെ. നീ ഇടേണ്ടത് ദൈവം നിന്നെ ഇടിയിക്കട്ടെ. നിന്റെ കൈകളിൽ കാലുകളിൽ കിടക്കുന്ന ചങ്ങല അഴിഞ്ഞ് നീ പോലും അറിയാതെ വീണമെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹമുണ്ടാകണം, ഒരു സഭയുണ്ടാകണം. നിന്റെ കണ്ണുകളിൽ നിന്ന് പ്രാർത്ഥനയുടെ കണ്ണുനീർ ധാരയായിട്ട് വീണം. അപ്പോൾ കാരാഗ്രഹത്തിനകത്ത് നീ പോലും പ്രതീക്ഷിക്കാതെ ദൂതനെ ദൈവം അയക്കും. നിനക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട്, നീ പുറത്തു പോകാനായിട്ട് വെളിച്ചം അവിടെ വരും. ആ വെളിച്ചം വന്നാലേ ഇന്ന് നിന്റെ ദേഹത്ത് കിടക്കുന്ന ചങ്ങല അഴിഞ്ഞു വീഴൂ. ആ ചങ്ങല അഴിഞ്ഞു വീഴുന്നാലേ നിനക്ക് വസ്ത്രം ധരിക്കാൻ കഴിയൂ, അരകെട്ടാൻ കഴിയൂ, പിന്നെ ചെരുപ്പിടാൻ കഴിയൂ. ഇത് അഴിഞ്ഞു വീഴാത്തടത്തോളം കാലം നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അരകെട്ടാൻ കഴിയില്ല. നീ എത്ര വലിയ മിടുക്കനെന്ന് പറഞ്ഞാലും, എത്ര വലിയ വചനത്തിന്റെ തിറവിൽ നിൽക്കുന്നവനെന്ന് പറഞ്ഞാലും, ആ ചങ്ങല അഴിഞ്ഞു വീഴാതെ അരകെട്ടാൻ നിനക്ക് കഴിയില്ല. അരകെട്ടിയാൽ മാത്രമേ നിനക്ക് ചെരുപ്പിടാൻ കഴിയൂ. നീ ഒരുങ്ങേണ്ട രീതിയിൽ ഒരുങ്ങിയാൽ മാത്രമേ നിന്റെ മുമ്പിലുള്ള ഒന്നാം കാവൽ തുറക്കൂ, രണ്ടാം കാവൽ തുറക്കൂ. നീ ഒരുങ്ങാത്തടത്തോളം കാലം
നിന്റെ മുമ്പിലുള്ള വാതിലുകളൊന്നും തുറക്കപ്പെടില്ല. ദൈവത്തിന് ഇഷ്ടമില്ല നിന്നെ കുറ്റം വിധിക്കാൻ. ദൈവത്തിന് ഇഷ്ടമില്ല നിന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ. പത്രോസേ, നീ മറ്റുള്ളവർക്ക് ഉപകാരിയായിരുന്നു. മറ്റുള്ളവർ വിശന്നാൽ, മറ്റുള്ളവർ കഷ്ടത അനുഭവിച്ചാൽ നീ ഉള്ളവൻ്റേത് വാങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടായില്ലേ പത്രോസേ? അങ്ങനെ സഹായിച്ച യാക്കോബിനെ അല്ലേ കൊന്നത്? പക്ഷെ നിന്നെയും വിട്ടുകൊടുക്കാൻ എനിക്ക് എന്തില്ല? മനസ്സില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ ആരെയും ന്യായം വിധിക്കാൻ വിട്ടുകൊടുക്കാൻ ദൈവത്തിന് മനസ്സില്ല, ദൈവത്തിന് ഇഷ്ടവുമില്ല. പക്ഷെ നീ ധരിക്കേണ്ടത് നീ ധരിക്കണം. പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 12:18 ഒന്ന് വായിച്ചേ. നോക്ക്, നിന്റെ വിടുതൽ വന്നാലേ നിന്റെ ശത്രു പരിഭ്രമിക്കൂ. അല്ലെങ്കിൽ അവൻ ഇന്നും ജയിച്ച് തന്നെ എന്ത് ചെയ്യും? നിൽക്കും. നിനക്ക് വിടുതൽ ഉണ്ടാകണം. നിന്നെ കാരാഗ്രഹത്തിലിട്ട് സൂക്ഷിച്ചവന് പരിഭ്രമം ഉണ്ടാകണം. ഇതിനാ കർത്താവ് പെട്ടെന്ന് നിന്റെ വീട്ടിന് വരുന്നത്. അത് നീ താമസിച്ച് വന്നാ മതിയെന്ന് പറയരുത്. പരിഭ്രമം ഉണ്ടാകണം. ശത്രു പരിഭ്രമിക്കണം. അടുത്ത് നോക്ക്, നിന്നെ ആര് തടവിലാക്കിയോ? നീ വിചാരിക്കും നിനക്ക് തന്നോണ്ടിരുന്നവർ തരാത്തതാണ് നീ തടവിലില്ല. മറ്റാരോ ഇതിൻ്റെ ഇടയിലുണ്ട്. അവരെ കൊണ്ട് കൊടുക്കാൻ താമസിപ്പിക്കാത്ത ഒരു ശക്തിയുടെ ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. ഇപ്പം ടെസ്റ്റ് എഴുതി പരീക്ഷ പാസ്സായി. ഇപ്പം ഞാൻ പറയാം, അനീഷും അനുവും ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ആ ജോലിയിൽ എന്ത് ചെയ്യും? പക്ഷേ ഇത് കൊടുക്കാതെ നമ്മൾ വിചാരിക്കും സർക്കാരാണെന്ന്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്. ഇവരെ എന്ത് ചെയ്യരുത്? ഇരുത്തേണ്ട സ്ഥലത്ത് അവരെ മാറ്റിത്തരാനും അവർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറാനും ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ആരാണ്? സർക്കാർ ഇല്ലേ? നമ്മൾ ആരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും? സർക്കാരിനെ. അപ്പോഴും ഈ പ്രവർത്തിച്ച ഉള്ളുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എന്നെ കണ്ടില്ലല്ല, എന്നെ അറിഞ്ഞില്ലല്ല, എൻ്റെ നേരെ അവരൊന്നും അവൻ ചിരിച്ചോണ്ടിരിക്കും. ഫൈറ്റ് ആരൊക്കെ തമ്മിലാണ്? അനുവും സർക്കാരും തമ്മിൽ. ഇതിൻ്റെ ഇടയിലുള്ളവൻ. പക്ഷെ ദൈവം എന്ത് ചെയ്യാണ്? ആ ഇടയിലുള്ളവന് ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്. ഇത് വേഗത്തിൽ സംഭവിക്കണം. നമ്മളെ കരയിക്കുന്നവൻ, നമ്മളെ വേദനിപ്പിക്കുന്നവൻ, ഇടയിൽ ആര് നിൽക്കുന്നുവോ അവന് വേഗത്തിൽ ശിക്ഷ കിട്ടണം. നിങ്ങൾക്ക് മനസ്സിലായ? നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് ഒരാള്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ പോലും അറിയാത്ത ഒരു അദൃശ്യമായ വ്യക്തി. ഇവിടെ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ വ്യക്തിക്കാണ് ശിക്ഷ, അല്ലേ? ശിക്ഷ വിധിച്ചതായ ഹെരോദാവ്. ശരിക്കും ശിക്ഷ കിട്ടേണ്ടതാക്ക ഹെരോദാവിനല്ലേ? ആണോ? അല്ലേ? പക്ഷെ ഇവിടെ ശിക്ഷ കിട്ടിയതാക്ക് കാവൽക്കാർക്ക്. ഇന്ന് പകൽക്കാലം ഇത് വേഗത്തിൽ സംഭവിക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങളെ കുടുംബം പ്രാർത്ഥിക്കുന്നവരാകണം. പെട്ടെന്ന്
നിങ്ങളുടെ ഇരുട്ടായി കിടക്കുന്ന പല പ്രതികൂല സാഹചര്യങ്ങളിലും വെളിച്ചം ഉദിക്കേണ്ടതിന്, അവിടെ നിങ്ങൾക്ക് ഒരുങ്ങേണ്ട രീതിയിൽ ഒരുങ്ങേണ്ടതിന്, ശത്രു ഉറക്കത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ ധരിക്കേണ്ടതിന്, അത് വേഗത്തിൽ സംഭവിക്കാൻ, നിങ്ങളെ ഇതുവരെ ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശത്രു അവൻ ഭ്രമിച്ചു പോകാൻ, നിങ്ങൾക്ക് നന്മ തരാതെ വണ്ണം, നിങ്ങൾ പുറത്തിറങ്ങാതെ വണ്ണം നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുന്ന കാവൽക്കാർക്ക് ശിക്ഷ കിട്ടുവാൻ, അത് വേഗത്തിൽ സംഭവിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം കുടുംബമായി ഒത്തൊരുമയോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. എന്തിനാ വേഗത്തിൽ വരുന്നത്? എന്തിനാ വരുന്നത്? 22:12 ആര്? വെളിപ്പാട് പുസ്തകം 22:12. ആ, എന്തിനാ വരുന്നത്? അപ്പോഴേ അവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കാൻ. നിന്നിൽ പ്രവൃത്തി ഉണ്ടോ? നിന്നിൽ പ്രവൃത്തി ഉണ്ടോ? പറ. പത്രോസിന് കിട്ടിയ നന്മ പത്രോസ് മറ്റ് വിശ്വാസികൾക്കല്ലേ കൊടുത്തത്. അതുകൊണ്ടല്ലേ അവർക്ക് ദാരിദ്ര്യം ഇല്ലായിരുന്നത്. ഈ പ്രവൃത്തിക്ക് പത്രോസിന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണ്ടേ? കൊടുക്കണോ? കൊടുക്കണ്ടേ? പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ഇല്ലായ്മയിൽ നിന്നാണ് വല്ലവരിക്കും സഹായിക്കുക. എങ്ങനെ സഹായിക്കണം? ഡേയ്, നാളെ 100 രൂപ എടുത്ത് നീ അവർക്ക് കൊടുത്താലേ നാളെ എന്തിനു ചെയ്യും എന്നല്ല ചോദിക്കേണ്ടത്. 100 രൂപ ഉള്ളൂ, കൊട്. ഈ പ്രവർത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിന്റെ ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും. നീ അണിയാത്തത് ചിലത് ദൈവം നിന്നെ അണിയിക്കും. നീ ഇന്ന് അനുഭവിക്കുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന്, ചങ്ങലകളിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇതിനാ എൻ്റെ കർത്താവ് വേഗം വരുന്നത്. അവനവന്റെ പ്രവർത്തിക്ക് കൊടുക്കണം. പ്രാർത്ഥിര്. ഇന്നലെ ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ സത്യമായിട്ടും പ്രിയ ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുപ്പ് ഒഴിഞ്ഞു കിടക്കുന്നു. അടുപ്പ് തീ കത്തുന്നില്ല. ഈ അനുഭവം കണ്ടു. ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ കയ്യിൽ വാങ്ങിച്ച അരിയിരിപ്പുണ്ട്, കൊട്, എടുത്ത് അവൻ്റെ അടുപ്പ് കത്തട്ടെ, അവൻ്റെ അടുപ്പ് തിളക്കട്ടെ, അവൻ്റെ മക്കൾ ഭക്ഷിക്കട്ടെ. പ്രതിഫലമുണ്ട് ഇല്ലേ? പ്രതിഫലമുണ്ട്. വീട്ടിൽ 2 ഓവർ ഗോതമ്പ് വാങ്ങിച്ചു വെച്ചിരുന്നത്, അത് പറയാതെ എൻ്റെ ഭാര്യ എടുത്തോണ്ട് വന്ന് അവർക്കും കൊടുത്ത്. ഞാൻ അരി കൊടുക്കാൻ പറഞ്ഞു. അവളെന്ത് ചെയ്ത്? മാവ് കൂടെ എടുത്ത് കൊട്. അകത്ത് അറിയാമെന്ന് ഞാൻ പറഞ്ഞു, നീ കൊടുത്തത് നല്ലത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ കൊടുത്തല്ല ഇല്ലേ? നാളെ എന്തിന് ചെയ്യോടിയെന്ന് ചോദിച്ചുകൊണ്ട് വഴക്കിനല്ലാതെ കൊട്ട്. വിശന്നവൻ ഭക്ഷിക്കട്ടെ, ദാഹിച്ചിരിക്കുന്നവൻ കുടിക്കട്ടെ. നിനക്ക് പ്രതിഫലം ഉണ്ട്. ദൈവം പറഞ്ഞു, നിന്റെ പ്രവർത്തിക്ക് ഞാൻ പ്രതിഫലം തരും. അത് അവൻ ഭ്രമിച്ചു പോകുന്ന നിലവാരത്തിൽ. അത് നിന്നെ ശിക്ഷിച്ചില്ലേ, നിന്നെ വേദനിപ്പിച്ചില്ലേ, അവന് ശിക്ഷ കൊടുത്തുകൊണ്ട് ഞാൻ വേഗം വരുന്നു. എൻ്റെ ദൈവം പറയുന്നു, വേഗം വരുന്നു ഞാൻ. എന്തിനാ?